ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ തനൂസ്മ. സോ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ യു എയിൽ താമസിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് നടക്കുകയാണ്. സോ ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ പാർട്ടായിട്ട് ഞാനും ഒരു ഫിറ്റ്നസ് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മളൊരു 1 മന്ത് ചലഞ്ചാണ്. 1 മന്ത് ചലഞ്ച് പറയുമ്പോൾ 4th നവംബർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 5th ഡിസംബർ വരെയാണ് ഈ ചലഞ്ച്. കാരണം നമ്മൾ 1 മന്ത് അല്ലെ ഡെയിലി എത്ര സ്റ്റെപ്സ് നമ്മൾ വാക്ക് ചെയ്തു എന്നുള്ളതാണ് ഈ ചലഞ്ച് എന്ന് പറയുന്നത്. ഒരു ആപ്പ് ഉണ്ട്, സ്റ്റെപ്പി ആപ്പ്. സോ അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ആയി നമ്മൾ ഡെയിലി എത്ര സ്റ്റെപ്സ് നമ്മൾ കവറപ്പ് ചെയ്തെന്നുള്ളത്. സോ ഈ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോഴത്തേന്, ചലഞ്ച് ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ പാർട്ടായിട്ട് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഞാനും സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്നൊരു ദിവസം ഞാനൊരു 2 സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു 3 കിലോമീറ്റേഴ്സ് പെട്ടെന്ന് നടക്കാൻ നോക്കി. നടന്നു, ഫിനിഷ് ചെയ്തു. പക്ഷെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ കാലുകളെല്ലാം ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുകയാണ്. കാലും അതേപോലെ നമ്മളുടെ ഹിപ്പ് മസിൽസും എല്ലാം ഹിപ്പ് ജോയിൻസും എല്ലാം ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുകയാണ്. സോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ, നമ്മളുടെ ബോഡിക്ക് ഒരു എക്സസൈസോ ഒരു ആക്ടിവിറ്റിയും ഇല്ലായിരുന്നു കുറേ നാളുകളായിട്ട്. കാരണം ചൂട് തുടങ്ങിയതിന് ശേഷം ഞാൻ നടക്കാൻ പോകുമായിരുന്നു യൂഷ്വലി. അപ്പോൾ ചൂട് തുടങ്ങിയ കാരണം ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഇൻ ബിറ്റ്വീൻ. സോ ബോഡിക്ക് യാതൊരു ആക്ടിവിറ്റീസും ഇല്ലായിരുന്നു. സോ സഡൻലി ഒരു 3 കിലോമീറ്റർ ഒക്കെ നമ്മൾ പെട്ടെന്ന് നടന്നപ്പോഴത്തേന് എൻ്റെ ബോഡി ഒട്ടും അക്സെപ്റ്റ് ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് പെട്ടെന്ന് പ്ലാന്റർ ഫെസൈറ്റീസ് ഒക്കെ വന്നു. എനിക്ക് നല്ല പെയിൻ ആയിരുന്നു കാലിലും അതേപോലെ നമ്മുടെ പാദത്തിലും ഒക്കെ നല്ല പെയിൻ ആയിരുന്നു. സോ 1 ഡേ റെസ്റ്റ് എടുത്തു. ഞാൻ പിന്നെ പതുക്കെ ഒരു 1.5 കിലോമീറ്റർ സ്ലോലി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്കൊരു 3 കിലോമീറ്റർ കവറപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഒരു ഹാബിറ്റ് അല്ലാത്തൊരു കാര്യം നമ്മളുടെ ബോഡി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ നമ്മളുടെ ഒരു എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഡെയിലി റുട്ടീനാക്കി മാറ്റുക. അതാണ് എനിക്ക് എത്രത്തോളം ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്യുക. നമ്മളുടെ ബോഡി നമ്മളുടെ രീതിക്ക് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആവണം. പിന്നെ അതേപോലെ തന്നെ നടക്കാൻ പറ്റുന്ന ദൂരത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ നടന്നു പോകാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ആണെങ്കിൽ നമുക്ക് എക്സസൈസ് വീട്ടിൽ തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. ജിമ്മിന് തന്നെ പോകണം എന്നില്ല. സോ ഇതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്. സോ ചലഞ്ചിൻ്റെ പാർട്ടായെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചലഞ്ചുകൾ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ചെയ്യണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതി, നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഇത്രത്തോനെ കവറപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.